ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ സർക്കാരിനെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗുരുതര കളവും വിൽപ്പനയും നടന്നെന്ന് ഹൈക്കോടതി പറഞ്ഞെന്നും ലക്ഷക്കണക്കിന് ഭക്തരെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റതെന്നും സതീശൻ ചോദിച്ചു. വളരെ ഗുരുതരമായ ഒരു കളവും വിൽപ്പനയുമാണ് ശബരിമലയിൽ നടന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ദേവസ്വം ബോർഡ് പുണ്യപരിപാവനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് എന്നാണ് കോടതിയുടെ വിമർശനം. മാത്രമല്ല, ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കോടതി വിധിയിലുണ്ട്. ചെന്നൈയിൽ എത്തിച്ചത് മറ്റൊരു ചെമ്പു മാത്രമുള്ള ദ്വാരപാലക ശില്പമായിരുന്നു. തിരിച്ചുകൊണ്ട് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ ഭാരത്തിലെ കുറവ് ദേവസ്വം ബോർഡ് ബോധപൂർവം കണ്ടില്ല എന്ന് നടിച്ചതാണ്. അടുത്ത വാചകം കേട്ടോളാം. ഒറിജിനൽ സ്വർണം മൂടിയ ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി. അപ്പോ ഒറിജിനലായിട്ടുള്ള ശില്പം, ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്ന് എടുത്ത് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തി. പകരം ഇവിടെ ഉണ്ടാക്കിയ ഒരു മോൾഡ് ചെമ്പ് മാത്രമാണ് ചെന്നൈയിൽ കൊണ്ടുപോയത് എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് CPM-നോട് സർക്കാരിനോട് പറയാനുള്ളത്, ശബരിമല ധർമ്മശാസ്താവിന്റെ ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത്? ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ്? അതിപ്പോൾ ഉള്ളത് ഏത് കോടീശ്വരന്റെ വീട്ടിലാണ്? കോടികൾ മറിയുന്ന കച്ചവടമാണ്. കാരണം പവിത്രമായ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. അപ്പൊ എത്ര കള്ളന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത്? എത്ര കള്ളന്മാരാണ് ഇരിക്കുന്നത്? മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കളവ് നടന്നു എന്ന് ദേവസ്വം ബോർഡിന് അറിയാമായിരുന്നു. അത് ദേവസ്വം ബോർഡ് മറച്ചുവെച്ചു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മാത്രം കേസെടുക്കാൻ പറ്റില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല കേസെടുത്താൽ. അതുകൊണ്ട് അതിന് കൂട്ടുനിന്ന ദേവസ്വത്തിലെയും സർക്കാരിലെയും വമ്പന്മാർ കൂടി ആ കേസിലകപ്പെടും. അതുകൊണ്ട് അറിഞ്ഞിട്ടും അത് മൂടിവെച്ചു. എന്നിട്ട് അതേ സർക്കാർ തന്നെ ഇതെല്ലാം അറിയാവുന്ന ദ്വാരപാലക ശില്പം പുറത്തു വിറ്റ് കാശാക്കി എന്നറിയാവുന്ന അതേ സർക്കാർ, അതിന്റെ കീഴിലുള്ള അതേ ദേവസ്വം ബോർഡ് അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2025 വീണ്ടും ക്ഷണിച്ചു വരുത്തിയിരിക്കുക അടുത്ത കളവിനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡുകാരെ പുറത്താക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വളരെ ജെന്യുവനായിട്ടുള്ള കോടതി പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കോടതി അടിവരയിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു N. വാസു പിന്നീട് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചിരിക്കുക, ബാക്കി കുറെ സ്വർണം വന്ന് അതൊരു കല്യാണം നടത്തി കൊടുക്കാം. ഇത്രയും വിറ്റിട്ട് ബാക്കി സ്വർണം വന്നു. ആ സ്വർണം ഒരു കല്യാണം, ഏത് അയ്യപ്പന്റെ സ്വർണം വെച്ച് നമുക്ക് കല്യാണം നടത്തി കൊടുക്കാം. ഈ വാസു എന്ന് പറയുന്ന CPM-ന്റെ ഏറ്റവും സ്വന്തം ആളാ. ഞാൻ അയാളുടെ CPM പശ്ചാത്തലം ഞാൻ വിശദീകരിക്കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന CPM പശ്ചാത്തലമുള്ള ഒരാളാണ്. ആ ആള് ഇതറിയാം. എന്നിട്ട് അതെല്ലാം മറച്ചുവെച്ചു. ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇത് വിറ്റത് ദ്വാരപാലക ശില്പം വിറ്റിരിക്കുകയാണ്, കോടികൾക്ക് വിറ്റിരിക്കുകയാണ്. അത് ഏത് കോടീശ്വരന്റെ വീട്ടിലാണെങ്കിലും അത് എവിടെയാണെന്ന് CPM വെളിപ്പെടുത്തണം. CPM-ന് അതിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഇന്നലെ മന്ത്രിമാർ 3 മന്ത്രിമാരാണ്. അവര് വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള അംഗങ്ങൾ ഈ സഭയിലുണ്ട്. ഇവര് 3 പേരും പുതിയതായിട്ട് നിയമസഭയിൽ വന്ന ആളല്ല. അവര് ഞങ്ങളെ നിയമസഭാ ചട്ടങ്ങളൊന്നും പഠിപ്പിക്കണ്ട. ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ അവർ സ്തംഭിപ്പിച്ചെന്നുള്ള രീതിയിലാണ് അവര് നിയമസഭ സ്തംഭിപ്പിച്ചെന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവിടെ ഈ നിയമസഭ മുഴുവൻ അടിച്ചു തകർത്ത മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ പ്രഹസനം നടത്തുന്നത്. പിന്നെ കോടതിയോട് ഭയങ്കര ബഹുമാനം. ഞങ്ങൾ എന്താ പറഞ്ഞത്, ഞങ്ങളിപ്പോഴും CBI അന്വേഷണമായിരുന്നു നല്ലതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം കേരള പോലീസ്, പക്ഷേ ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തി. എന്താ ചെയ്തത്? ഈ സർക്കാരിൽ ഒരു വിശ്വാസമില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഹൈക്കോടതി നടത്തിയത്. ഹൈക്കോടതി ഗവൺമെന്റിനോട് ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാനല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. സർക്കാരിലും പോലീസിലും
കോടതിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കോടതി പറയാ ഇത് അന്വേഷിക്കണം, നിങ്ങൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് നിങ്ങൾ അന്വേഷിക്കണം എന്നല്ല പറയേണ്ടത്. അതല്ല പറഞ്ഞത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി സെലക്ട് ചെയ്തു. താഴ്ന്ന ഉദ്യോഗസ്ഥനെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ആരായിരിക്കണം എന്ന് കോടതി തീരുമാനിച്ചു. ഈ ഗവൺമെന്റിൽ വിശ്വാസമില്ല. കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നടക്കുന്നതിന് ഞങ്ങൾക്കെതിരല്ല. ഞങ്ങളുടെ ഡിമാൻഡ് ദേവസ്വം മന്ത്രി രാജിവെക്കണം, ആ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവർക്ക് കോടതിയോട് എന്തൊരു ബഹുമാനമാണ്.